പ്രേക്ഷകർക്ക് വീണ്ടും സ്വാഗതം. വാർത്തകളിലേക്ക്. മന്ത്രിസഭാ യോഗ തീരുമാനങ്ങൾ എന്തൊക്കെയാണ് എന്നത് വിശദീകരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി വി.ഡി. സതീശൻ. വിവിധ തീരുമാനങ്ങൾ മന്ത്രിസഭാ യോഗത്തിൽ ഉണ്ടായി. അത് സംബന്ധിച്ച വിശദ വിവരങ്ങൾ അനന്തകൃഷ്ണൻ നൽകും. അനന്തൻ, എന്തൊക്കെയാണ് മന്ത്രിസഭാ യോഗ തീരുമാനങ്ങൾ? എന്തൊക്കെ കാര്യങ്ങൾക്ക് വി.ഡി. സതീശൻ മറുപടി നൽകി? മോത്തി, മന്ത്രിസഭാ യോഗ തീരുമാനങ്ങൾ അല്പസമയം മുമ്പാണ് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ വിശദീകരിച്ചത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തീരുമാനം ഈ മൺസൂണുമായി ബന്ധപ്പെട്ടാണ് മന്ത്രിസഭാ യോഗത്തിൽ എടുത്തത്. അത് ബുധനാഴ്ച ജില്ലാ കളക്ടർമാരുടെ ഒരു ഓൺലൈൻ മീറ്റിംഗ് ചേരും എന്നുള്ളതാണ്. അതിനപ്പുറം ഈ സമീപ ദിവസങ്ങളിലുണ്ടായ വിവാദ വിഷയങ്ങളിൽ അദ്ദേഹം പ്രതികരണം അറിയിച്ചു. പ്രത്യേകിച്ച് ഈ മന്ത്രിസഭാ യോഗത്തിൽ രത്തൻ കേൽക്കറുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തെ നിയമിച്ചതുമായി ബന്ധപ്പെട്ട വിശദീകരണം മന്ത്രിസഭാ യോഗത്തിൽ മുഖ്യമന്ത്രി വി.ഡി. സതീശൻ നൽകി. അതുമായി ബന്ധപ്പെട്ട് വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം കാര്യങ്ങൾ വിശദീകരിച്ചു. അതായത് രത്തൻ കേൽക്കറെ നിയമിച്ചതിൽ ഒരു അപാകതയുമില്ല, അത് സാധാരണ നിയമനം മാത്രമാണ്. മുൻപും അത്തരം നിയമനങ്ങൾ നടന്നിട്ടുണ്ട്. രത്തൻ കേൽക്കർക്കെതിരെ കേരളത്തിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയും ബി.ജെ.പി അടക്കം തെരഞ്ഞെടുപ്പ് നടത്തിപ്പുമായി ബന്ധപ്പെട്ട് ഒരു പരാതിയും ഉന്നയിച്ചിട്ടില്ല എന്നാണ് അദ്ദേഹം വിശദീകരിച്ചത്. അപ്പോൾ അതിൽ അപാകതയില്ല. അത്തരം ഒരു ചർച്ചയുടെ പ്രസക്തി എന്താണ് എന്നാണ് മുഖ്യമന്ത്രി ചോദിച്ചത്. അതിനൊപ്പം തന്നെ ഇന്നലത്തെ ഗുരുവായൂർ സന്ദർശനവുമായി ബന്ധപ്പെട്ട വിവാദം സംബന്ധിച്ച് അതിലും അദ്ദേഹം പറഞ്ഞത് ഒരു തരത്തിലുള്ള ചട്ടലംഘനവും അവിടെ ചെയ്തിട്ടില്ല. അവിടെ ടിക്കറ്റ് എടുത്തുകൊണ്ട്, അനുവദനീയമായ രീതിയിൽ ടിക്കറ്റ് എടുത്തുകൊണ്ട് തന്നെയാണ്, 1000 രൂപയുടെ ടിക്കറ്റ് എടുത്തുകൊണ്ട് തന്നെയാണ് അവിടെ ദർശനം നടത്തിയത്. അതല്ലാതെ മറ്റു ഭക്തർക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന രീതിയിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു നീക്കം തൻ്റെ ഭാഗത്തു നിന്ന്, ഒരു നടപടി തൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രതികരണം. മുനമ്പം വിഷയവുമായി ബന്ധപ്പെട്ടാണ്. മുനമ്പം വിഷയത്തിൽ 10 മിനിറ്റ് കൊണ്ട് പ്രശ്നം പരിഹരിക്കും എന്ന്, അധികാരത്തിൽ വന്നാൽ പ്രശ്നം പരിഹരിക്കുമെന്ന് നേരത്തെ അദ്ദേഹം പ്രതികരിച്ചതുമായി ബന്ധപ്പെട്ടുള്ള വിഷയമാണ് മാധ്യമപ്രവർത്തകർ ചോദിച്ചത്. അദ്ദേഹം പറഞ്ഞത് ഇപ്പോൾ ഈ മുനമ്പം വിഷയവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ സർക്കാർ നിയമിച്ച വഖഫ് ബോർഡ് ചെയ്തു പോയ ഒരു അപാകത, അത് ഒരു പക്ഷേ ആ പ്രശ്നം പരിഹരിക്കപ്പെടരുത് എന്നാഗ്രഹിച്ചതുകൊണ്ടാണ് ഇപ്പോൾ നിലവിൽ അങ്ങനെ സൈറ്റിലേക്ക് അത് രജിസ്റ്റർ ആയത്. അത് നേരത്തെയുള്ള വഖഫ് ബോർഡ് ചെയ്തു വെച്ചിട്ട് പോയതാണ്. അത് പരിഹരിക്കാനുള്ള അതിൻ്റെ നിയമവഴികളെല്ലാം ആലോചിക്കും എന്നാണ് മുഖ്യമന്ത്രി വിശദീകരിച്ചത്. അവിടെ ഒരു വർഗീയ പ്രശ്നം ഉണ്ടാകാൻ വേണ്ടി നിരന്തരം ഒരു പ്രതികരണം അത് നീക്കമുണ്ട് രാഷ്ട്രീയ പാർട്ടികളുടെ ഭാഗത്തുനിന്നുണ്ട്. ഇപ്പോൾ മുഖ്യമന്ത്രി വീണ്ടും തിരിച്ചു വരികയാണ്. മുഖ്യമന്ത്രി മറ്റൊരു ചടങ്ങ് കൂടി ഇവിടെ നടക്കാനുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി ഇപ്പോൾ വീണ്ടും വാർത്താ സമ്മേളനം നടക്കുന്ന സ്ഥലത്തേക്ക് തിരിച്ചു വരികയാണ്. ശരി, അനന്തകൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്. മുഖ്യമന്ത്രി മന്ത്രിസഭാ യോഗ തീരുമാനങ്ങൾ വിശദീകരിച്ച ശേഷം മറ്റൊരു ചടങ്ങ് കൂടി അവിടെ നടക്കാനുണ്ട്. അങ്ങോട്ടേക്ക് തിരികെ എത്തുകയാണ്. പി.കെ. കുഞ്ഞാലിക്കുട്ടി ഉണ്ട് ഒപ്പം.